പ്രജ ഒന്ന് കത്തൂലേ? ഇന്ന് നമ്മള് കത്തിക്കും. കേരളം മൊത്തം കത്തിക്കൊണ്ടിരിക്കും. നാട് അറിയപ്പെടുന്നറിയാം. നിങ്ങളുടെ നാട് കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താന്നുള്ള SC കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത് ഷിഗ സി, കിഴിക്കാട്ടുകുണ്ടിൽ ഹൗസ്, ഇരുമ്പൂഴി, മലപ്പുറം. നമുക്ക് സന്തോഷമായില്ലേ? ഷിഗ, അപ്പൊ കേരളത്തില് കീമില് ഫാർമസിയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ സന്ദർഭത്തില് എന്താണ് പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സന്തോഷം, വലിയൊരു സന്തോഷം കേട്ടോ. കേരളത്തിലെ റാങ്ക് 1 ഇരുമ്പുഴി കരുവഞ്ചേരി പറമ്പ് അല്ലെ? കരുവഞ്ചേരി പറമ്പ് അറിയപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? കരുവഞ്ചേരി പറമ്പിലെ ഷിഗാസി കേരള 1ാം റാങ്ക് എന്ന് പറഞ്ഞത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് അല്ലെ ഷിഗ? നമ്മളെ ഇൻസൈഡ് എൻട്രൻസ് സബിലെ നമ്മളെ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഷിഗാസി എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ പൊരുതിയിട്ടാണ് ഷിഗാസി എത്തിയിട്ട്. വലിയ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ അല്ല വന്നിട്ടുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ MBBS എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇൻസൈറ്റിക്ക് വരുന്നത്. അവിടെ ഓൾറെഡി +1 +2 ഒക്കെ പഠിച്ച കുട്ടി തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മുടെ സാറുമാർ എപ്പോഴും കൂടെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും മെന്റലി ഡൗൺ ആകുമ്പോഴും എപ്പോഴും റജി സാറാണെങ്കിലും ഷബാൻ സാറാണെങ്കിലും ഷിയാബ് സാറാണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. എന്റെ ലക്ഷ്യം ഇതല്ല, എന്നാലും ഇതിൽ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആണ് അല്ലെ? വലിയൊരു റിസൾട്ട് ആണത്. പക്ഷെ നമ്മള് നീറ്റ് റിസൾട്ട് നമ്മള് കേരള റാങ്ക് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ അതില് 1 ഡിജിറ്റ് റാങ്കാണ് ഷിഗ, ഉറപ്പാണ്. ഓക്കെ, കേരള നീറ്റ് റാങ്കില് 1 ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സന്തോഷം മാത്രമാണ്. ഇനി പോകുന്ന നമ്മളെ MBBS വലിയ സന്തോഷത്തേക്ക് നമ്മൾ കടക്കാതിരിക്കണുള്ളൂ. സന്തോഷം, അതിലും വലിയൊരു ഹാപ്പിനെസ് നമ്മളെ തേടി വരാതിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ സന്ദർഭത്തില് പിന്നെ ഷിഗയുടെ അച്ഛനും അമ്മയോടൊക്കെ എന്താ? അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിട്ട് എന്റെ കൂടെ ഉണ്ടാവലുണ്ട്. എല്ലാവരും വീട്ടിലെല്ലാവരും, അമ്മമ്മയാണെങ്കിലും എല്ലാരും പറഞ്ഞു മാമനും എല്ലാരും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി. അച്ഛൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അമ്മക്ക് എന്താ പറയണു? അമ്മയ്ക്ക് സന്തോഷമായി. ഒരു വേളെ ഷിഗ നിർത്താന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു അല്ലെ? പക്ഷെ പ്രീസാറൊക്കെ ഒരു ഇടപെടൽ മൂലമാണ് അവള് വീണ്ടും തുടർന്നത്. ഒരു ഇതില് കാഴ്ച വെച്ചിട്ടാണ് ഈ റാങ്ക് വാങ്ങിയിട്ടുള്ളത്. വെറുതെ ഒന്നും കിട്ടിയതല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അവളെ അച്ഛനും അമ്മയൊക്കെ നല്ല ഹാർഡ് വർക്ക്. നമുക്ക് പ്രത്യേകിച്ച് പറയണം, അച്ഛനൊക്കെ ഒരു സാധാരണക്കാരുടെ രീതിയിൽ നിന്ന് വരുന്ന വന്ന ആൾക്കാരാണ്, സാധാരണക്കാരാണ്. അതിന് മകളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കാനുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് അവര് ഫുള്ള് സപ്പോർട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും. ഞങ്ങൾക്ക് എപ്പോഴും നേരത്തെ സേവസർ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഭയങ്കര കുറെ പ്രോബ്ലംസ് അല്ലെ? ഇതൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്ത് മുന്നോട്ട് വന്നു. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് നിർത്താൻ വരെ ഞാൻ വരുന്നില്ല എന്ന രീതിയിൽ കൂടെ എത്തിയിട്ടും നമ്മളെല്ലാവരുടെയും ഇടപെടലും കൊണ്ട് കുട്ടി വരികയും ഇപ്പൊ നമുക്ക് ഇത് ആ ഫാർമസിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനി ആ MBBS റാങ്ക് ലിസ്റ്റ് വരുമ്പോ എന്തായാലും ഷിഗയുടെ ഈ നേട്ടത്തില് എന്താ പറയാനുള്ളത്? സന്തോഷണ്ടേ? ഇത്ര ഇങ്ങനൊക്കെ ആഗ്രഹിച്ചിരുന്നോ? അമ്മക്ക് എന്താ പറയാനുള്ളത് ഈ സന്തോഷത്തിന്? സന്തോഷം, വളരെയധികം സന്തോഷം. ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വർഷം. ഒരു വർഷം നല്ല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല, എന്നാലും കിട്ടിയത് വളരെ സന്തോഷം. വർക്ക് എന്താ നിങ്ങൾക്ക്? കോട്ടവണ്ടി ഗൂഡ്സ് വണ്ടിയാണ്. ഗൂഡ്സ് വണ്ടിയാണ് അല്ലേ? ഇവിടെ ടാക്സി. അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? ഒരു കമ്പനിയിൽ പോവുകയാണ്. അനുഭവങ്ങളിൽ നിന്ന് എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? നമ്മള് മനസ്സിൽ വേണം വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാനുള്ളതേ ഉള്ളൂ. എന്തായാലും അതിനെല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടിനും ഉണ്ടാവും. നമ്മളായിട്ട് തന്നെ ഇറങ്ങിയാൽ. എനിക്കിവിടെ എൻട്രൻസ് ഹബ് ഉണ്ടായിരുന്നു, കൂടെ എല്ലാ സാറുമാരും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി. എൻട്രൻസ് കിട്ടണം, MBBS കിട്ടണം, എന്തൊക്കെ ആഗ്രഹമുണ്ടോ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുക, കിട്ടും. ഓക്കെ, താങ്ക് യു ഷിഗ.